ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. എന്തൊരു വെടിക്കെട്ടിനാണ് സാക്ഷിയായത്. റോഡ് പോലുള്ള പിച്ച് അവിടെ കിടിലോൾ കിടിലൻ അടി. അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര അടിയല്ല, വമ്പൻ അടി. ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ പഞ്ചാബ് കിങ്സിന്റെ തുടക്കം കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ വക ബാക്കി വെടിക്കെട്ട് വരുന്നുണ്ടെന്ന്. അതായത് പ്രിയാൻ ഷാരിയും പൃഥ്വി സിംഗിന്റെ ആ ഒരു ഹൈ സ്ട്രൈക്ക് റേറ്റ് കണ്ടപ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും മികച്ച തുടക്കം തന്നെയാണ് പഞ്ചാബ് നൽകിയത്. പുറകെ വന്ന ശ്രേയസ് അയ്യരും മികച്ച രീതിയിൽ തന്നെ അവിടെ സ്കോർ എത്താൻ സഹായിച്ചു. അങ്ങനെ 245-6 എന്ന നിലയിലാണ് പഞ്ചാബ് ഇന്നിംഗ്സ് അവസാനിപ്പിക്കുന്നത്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഇടയ്ക്കത്തെ സമയത്ത് നേഹാൽ വധേര 22 ബോളിൽ 27 റൺസ് മാത്രമേ നേടിയിട്ടുള്ളായിരുന്നു. അതോടൊപ്പം തന്നെ 18-19 ഓവറുകൾ പഞ്ചാബ് ടൈറ്റായിട്ട് അടിക്കാൻ ശ്രമിച്ച സമയത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടൈറ്റായിട്ട് ആ ഓവറുകൾ പിടിച്ചു വെച്ചു. അതായത് അവിടെ ഹർഷാൽ പട്ടേലിൻ്റെ ഓവറും അതോടൊപ്പം തന്നെ പാറ്റ് കമ്മിൻസിൻ്റെ ഓവറും ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു. പക്ഷേ അതിനനുസരിച്ച് 20th ഓവറിൽ സ്റ്റോയിനിസ് എടുത്തിട്ട് ഷമിയെ പൊട്ടിച്ചു. ഷമിയുടെ എക്കോണമി എന്ന് പറയുന്നത് 18.75 ജസ്റ്റ് മിസ്സാണ്. ആർച്ചറുടെ ആ ഒരു സ്കോർ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. 4 ഓവറിൽ 75 റൺസാണ് ഷമിക്ക് കൺസീഡ് ചെയ്യേണ്ടി വന്നത്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ പാറ്റ് കമ്മിൻസും ഹർഷാൽ പട്ടേലും മികച്ച രീതിയിൽ തന്നെയാണ് ആ ഒരു ബോളുകൾ എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹർഷാൽ പട്ടേൽ ഇന്ന് 4 വിക്കറ്റ് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പിച്ചിൽ എങ്ങനെ ബോൾ ചെയ്യണമെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ ഇഷാൻ മലിംഗയുടെ ഇടയ്ക്കത്തെ ആ ഒരു ഓവറും നല്ലത് തന്നെയായിരുന്നു. തിരിച്ച് ബാറ്റിങ്ങിന് ഇറങ്ങിയ സൺറൈസേഴ്സിന്റെ വക അടിയോടടിയായിരുന്നു. നിങ്ങളവിടെ നോക്കുക, 37 ബോളിൽ 66 റൺസ് എടുത്ത ട്രാവിസ് ഹെഡിന്റെ ഇന്നിങ്സ് എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് റോൾ ആയിരുന്നു. അവിടെ 178 ആ ഒരു സപ്പോർട്ട് റോൾ കളിച്ച ആളുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. അഭിഷേക് ശർമ്മ വാസ് ഓൺ എ മിഷൻ. ശരിക്കും അഭിഷേകിന്റെ ആ ഒരു ക്യാച്ച് നോ ബോൾ അല്ലായിരുന്നെങ്കിൽ ശരിക്കും ഒരു ഗെയിമിൽ ചെറിയ ചേഞ്ചുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹം നന്നായിട്ട് തന്നെ യൂസ് ചെയ്തു. ആൻഡ് ഇന്ന് അദ്ദേഹത്തിന്റെ ഡേ തന്നെ ആയിരുന്നു തോന്നുന്നു. അത്രമാത്രം നല്ല ഗെയിമായിരുന്നു കളിച്ചത്. ഇടയ്ക്ക് ആ 106 മീറ്റർ സിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. 55 ബോളിൽ 141 റൺസ് എടുത്താണ് താരം ഔട്ട് ആകുന്നുണ്ടായിരുന്നത് ഹർഷ്ദീപ് സിംഗിന്റെ ബോളിൽ നിന്ന്. ആൻഡ് ഹെൻറി ഹസൻ വരുന്നു, ഇഷാൻ കിഷൻ വരുന്നു, മത്സരം ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു. പക്ഷേ ഇത്തരം റോഡ് പോലുള്ള പിച്ചുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോളർമാരുടെ കോൺഫിഡൻസ് തച്ച് തകർക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത്തരം പിച്ചുകളിൽ കളിച്ചിട്ട് ഫ്രണ്ടിലേക്ക് പോകാൻ സൺറൈസേഴ്സ് ഹൈദരാബാദ് സാധിക്കുമെന്ന് കാത്തിരുന്ന് കാരണം എന്തായാലും ഇന്നത്തെ ആ ഒരു വിജയം പോയിന്റ് ടേബിളിൽ അവരുടെ നെറ്റ് റൺ റേറ്റിന്റെ കാര്യത്തിൽ കുറച്ചൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ നെറ്റ് റൺ റേറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നെറ്റ് റൺ റേറ്റ് അപ്ഡേറ്റ് ആയിട്ടില്ല. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും ഈ ഒരു വെടിക്കെട്ട് ഇന്നിങ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദിന് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യും. പ്ലേയേഴ്സ് ഫോമിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഹെഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അഭിഷേക് ശർമ്മയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു സീസണിൽ താളം കണ്ടെത്താൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി വരുന്ന മത്സരങ്ങളിൽ കാണാം ഇവരിങ്ങനെ തന്നെയാണ് കളിച്ചു പോകാൻ ശ്രമിക്കുന്നതെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗൂഗിൾ സനിയോ. അപ്പോൾ ഷമിക്ക് ഒരു സൈഡിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. പഞ്ചാബിൻ്റെ ക്യാപ്റ്റനും അതോടൊപ്പം തന്നെ പഞ്ചാബിൻ്റെ ബോളേഴ്സും മറു സൈഡിൽ കിടന്നുറങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ബൈ ബൈ ഗൈസ്.